എല്ലാവർക്കും ഹോം ഡെസ്റ്റിനേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് T1 ടെർമിനൽ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിൽക്കാൻ പാടും. രണ്ട് ടെർമിനലും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ആവില്ല എന്ന് അറിയണമല്ലോ. വണ്ടി സ്റ്റാർട്ടായി, രക്ഷപ്പെട്ട്. നമ്മുടെ പണി കഴിഞ്ഞില്ല. നമുക്കിനി ആ മെറ്റാലിക് പ്ലേറ്റിനെ തിരിച്ച് ആ ലോക്കിലേക്ക് ഫിക്സ് ചെയ്തിട്ട് ആ നെട്ടും ബോൾട്ടും ഇട്ട് മുറിക്കേണ്ടതുണ്ട്. ഇത് ബാറ്ററി വാങ്ങിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ്, നമ്മൾ പുതിയ ബാറ്ററി വാങ്ങിച്ച ആ ബാറ്ററിനെ റീചാർജ് ചെയ്തിട്ടാണോ ഉപയോഗിക്കേണ്ടത്? നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ റീചാർജ് ചെയ്തിട്ടല്ലേ ഉപയോഗിക്കാറ്. അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. ബാറ്ററി ഡയറക്റ്റ്ലി വാങ്ങിച്ചു, ഡയറക്റ്റ്ലി പ്ലഗ് ഇൻ ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടായി. അതുപോലെ തന്നെ പഴയ ബാറ്ററി നമ്മൾ ബാറ്ററി കടകളിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ഏകദേശം ഒരു 100 to 150 റുപ്പീസൊക്കെ അവർ നമ്മുടെ പുതിയ ബാറ്ററി കുറച്ച് തരുന്നതായിരിക്കും. നമുക്ക് വണ്ടി ഒരു വട്ടം കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. ഇനിയും ഇതുപോലത്തുള്ള വീഡിയോകളുമായി വരുന്നതുവരെ കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.